നമസ്കാരം. 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 നമ്മുടെ മഹേഷ് റാമാണ് ഞങ്ങളുടെ താരം. അതെ, ഇവിടുത്തെ ആസ്ഥാന വിമർശകനാണ്, വിദൂഷകൻ, സീനിയർ ലോയറാണെന്ന് പറയാൻ എന്നോട് പറയാം. രാത്രി 8 മണിയാകുമ്പോൾ ആരുടെയും തോളെ കയറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് 8 മണിയാകുമ്പോൾ അദ്ദേഹത്തിന് ആരുടെയിലൊക്കെ തോളെ കയറി. രാത്രി 8 മണിക്ക് സൽസ അടിക്കും. സൽസ അടിച്ചിട്ട് ആരുടെയിലൊക്കെ തോളെ ഗ്രൂപ്പിൽ പിന്നെ അടിയാ. ഞാനും മരിച്ചോണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ ഇതിനെ കുറച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കും. അതെ അതെ, നല്ലവനാണ്. നാറിയാണെങ്കിൽ നല്ലവനാ. ഇദ്ദേഹം വളരെ മാന്യനായിട്ട് ഇദ്ദേഹം ഭാവിയുടെ വലിയ വരദാനമാണ്. ഇവിടുത്തെ ഏറ്റവും ക്രിമിനൽ അഭിഭാഷകന്റെ ജൂനിയർ. പറ, നിന്റെ കാര്യം പറ. നീ എങ്ങനെ ഇത്രയും വിവരദോഷിയായി പോയത്? ജന്മനാണെന്നോ അതോ പാരമ്പര്യമായിട്ടാണ്? ഓരോരുത്തരിക്കും പറയൂല്ലേ നമ്മൾ വിവരദോഷിയാണ്, പാരമ്പര്യമായിട്ട് വിവരദോഷിയാണ്? അല്ല, ഒരിക്കലും ജന്മന ഒരിക്കലും അല്ല. നമ്മളൊരു നല്ല ആളാണ്. നമ്മളൊരു പിന്നെ മഹേഷ് റാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ടോ അത്? അതായത് വളരെ എന്താ പറയുക, ആരെയും വിമർശിക്കാൻ ഇടിയുമില്ലാത്ത, ഏത് ഒരു പന്തിനോട് ഏറ്റുമുട്ടാൻ തയ്യാറുള്ള ഒരു നയവഞ്ചകൻ, ആരെ പറ്റി എന്തും നിർഗളം പറയാൻ, ആരെ പറ്റി എന്ത് തോന്നിവാസവും പറയാൻ കഴിവുള്ള അതാണ് ഒരു ഭയം, നിർഭയന. പിന്നെ രാത്രി 8 മണിയായ സൽസ അടിക്കുക. ഒരു മഹേഷ് റാമിന് ഒരു ദിവസം ഒരു പൈൻ്റാണ് കിടക്കുക. ഒരു ദിവസം ഒരു പൈൻ്റ് വെള്ളം ചേർക്കാതെ അടിക്കുന്നത്. ഒരു വലിയ നാരങ്ങ ഗ്ലാസ്സിനകത്ത് ഒഴിക്കും, ഒറ്റപ്പെടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അടിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ പാൻറിലൊന്നും കാര്യമില്ല, അതിൽ കൂടും. ഇല്ല, നമ്മൾ അങ്ങനെ ഒരു മദ്യപാനി അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. പക്ഷേ മഹേഷ് റാമിന്റെ ഒരു ഫാന, ഞാൻ ഫാനാ. സ്വന്തമായിട്ട് എനിക്ക് ചില വട്ടൊക്കെയാണെന്ന് പറയുന്നതിനാണ്. അതിപ്പോ ആൾക്കാർ ഇപ്പൊ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേറെ ബുദ്ധി കൂടുതൽ ലക്ഷണമാണ്. അങ്ങനെ നമ്മൾ എം മുകുന്ദനെ പറ്റി പറയും, വലിയ എഴുത്തുകാരെ പറ്റി പറയും, ലെനിൻ രാജ്യത്തിനെ പറ്റി പറയും. അവന്റെ ആ ഭൗതിക തലത്തിൽ നമുക്ക് എത്താൻ കഴിയാത്ത, അതുകൊണ്ടാണ് ഭൗതിക നിലവാരം, വിദ്യാഭ്യാസമുള്ള അല്ല, ഭൗതിക നിലവാരം, ഇന്റലക്ച്വൽ അത് മനസ്സിലായില്ല. പറഞ്ഞ പിടികിട്ടില്ല, ആശയം പിടികിട്ടില്ല. നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചാൽ പോയി. അതും കട്ട് ചെയ്തേക്കണേ. സലസയുടെ കാര്യം ഇട്ടേക്കണേ. ശരി, നന്ദി, നമസ്കാരം.